കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞ ഒരു അനുഭവ കഥ നാട് കേൾക്കേണ്ടതുണ്ട്. പ്രൊഫഷനിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ, ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ താൻ കണ്ടറിഞ്ഞ അനുഭവം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവസാനിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അദ്ദേഹം പങ്കുവച്ച അനുഭവം അത് കേരളമെന്ന നാടിന്റെ ആരോഗ്യ മേഖലയുടെ സവിശേഷതയെ തുറന്നു കാട്ടുന്നുണ്ട്. വി ഡി സതീശനും കോൺഗ്രസുകാരും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിക്കാട്ടി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി തകർക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിന്ന് കൂലിയെഴുത്ത് നടത്തുന്ന മാധ്യമങ്ങൾ കൂടി ഈ ഒരു അനുഭവം കേട്ടിരിക്കേണ്ടതുണ്ട്. ആ കുട്ടി ജനിച്ചത് ബീഹാറിലെ ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. ഏകദേശം 2000-ഓളം കിലോമീറ്റർ അവർക്ക് ആ കുട്ടിയെ ട്രെയിനിന്റെ ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് കയറ്റി കൊണ്ടുവരേണ്ടി വന്നു. എന്നാലോചിച്ച് നോക്കുക. ജനറൽ കമ്പാർട്ട്മെന്റ് കയറ്റി കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എല്ലാവരും ആകാംക്ഷ കാണിച്ചതുപോലെ ഈ ട്രെയിൻ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോഴത്തേക്ക് ഈ കുട്ടിയെ കാണാനായിട്ട് ആ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ആളുകൾ ഇടിച്ച് കയറുക. കുട്ടിയെ കാണാൻ അതൊരു അത്ഭുത ശിശു, ഹൃദയം വെളിയിൽ ഇടിക്കുന്ന ശിശു, അതിനെ കാണാനായിട്ട് എല്ലാവരും കയറി. അത് നാണം മറയ്ക്കുവാനായിട്ട് പാവപ്പെട്ട അപ്പനും അമ്മയും ആ ഫാദറിന്റെ തുവാല വെച്ച് ആ ഹൃദയത്തെ മൂടി. ആ തുവാലയിൽ നിന്ന് കിട്ടിയ ഇൻഫെക്ഷനാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. മേ ബി ഒരു 10 വർഷത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, നമ്മൾ പദ്ധതി കണ്ടു, ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരാൾ, ഒരു ഫാദറും മദറും ഇവിടെ ജോലിക്ക് വന്നതാണ്. ആ കുട്ടിക്ക് ഒരു ട്രൈക്കസ്പെറ്റ് അട്രീഷ്യ എന്ന രോഗമുണ്ടായപ്പോൾ നമ്മൾ തിരിച്ച് ബീഹാറിലേക്കോ ഉത്തർപ്രദേശിലേക്കോ പറഞ്ഞു വിട്ടില്ല, മറിച്ച് നമ്മുടെ സർക്കാർ ഹൃദയത്തെപ്പെടുത്തി നമ്മുടെ ചികിത്സിച്ചു. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞു വിടുകയും ഉൾക്കൊള്ളുകയും രണ്ടും ഒരു തോട്ട് പ്രോസസ്സുകളാണ്. ബീഹാറിലെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ ആഘോഷങ്ങൾ ഒരു സ്റ്റേറ്റിലും നടന്നിട്ടില്ല. പക്ഷെ കേരളത്തിലായിരിക്കണമായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയോ കേരളത്തിന്റെ ഗതാഗത സംവിധാനം എല്ലാം തകർന്നു എന്ന് ഇവിടത്തെ കൂലിപ്പണി മാധ്യമങ്ങൾ എഴുതി നിറച്ചേനെ. അതിനപ്പുറത്തേക്ക് ആ സ്റ്റോറി മുഴുവൻ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ജോ ജോസഫ് മനസ്സ് തുറന്നു പറഞ്ഞ കാര്യം, കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഉൾക്കൊള്ളലിനെ കുറിച്ചും അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന വ്യക്തിക്ക് ഈ നാട്ടിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി തയ്യാറായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഉൾക്കൊള്ളലുകൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ചില തൽപര കക്ഷികളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള, കേരളത്തിന്റെ അഭിമാനമായി മാറിയ ആരോഗ്യ മേഖലയും സാധാരണക്കാരുടെ അത്താണിയായി മാറിയിട്ടുള്ള ആ മേഖലയെ തകർക്കാനുള്ള സംഘടിത ശ്രമത്തിനെതിരെയുള്ള കൃത്യമായ ബോധവൽക്കരണമാണ്, കൃത്യമായിട്ടുള്ള തുറന്നു കാട്ടലുമാണ്. എൻ്റെ MBBS കേരളത്തിലായിരുന്നു, MD ഒറീസയിലായിരുന്നു. അതിനുശേഷം DM ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ വെച്ച് സംഭവിച്ചൊരു കാര്യം പറയാം. ഞാൻ ചെന്നിട്ട് 2 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 മാസത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റിങ്ങുകൾ വന്ന് പീഡിയാട്രിക് കാർഡിയോളജി. കാരണം വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ആ സമയത്ത് ടെർഷ്യറി ലെവലിൽ പീഡിയാട്രിക് കാർഡിയക് സർജറീസോ അല്ലെങ്കിൽ ഇന്റർവെൻഷൻസോ ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻറ്റയർ നോർത്ത് ഇന്ത്യ, അതായത് ഈവൻ ഫ്രം ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, ഇവിടുന്ന് എല്ലാം കൊച്ചു കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോഴേ വരുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ആലോചിക്കുമ്പോഴത്തേക്ക് അന്ന് കണ്ട ഒരു കുട്ടിയുടെ കാര്യം പറയാമെന്ന്. അന്നൊരു കുട്ടി എക്ടോപ്പിയ കോഡിസ് എന്ന് പറയും. എക്ടോപ്പിയ കോഡിസ് എന്ന് പറഞ്ഞാൽ ഹൃദയം ശരീരത്തിന്റെ ചങ്കുകൂടിന് വെളിയിലിരിക്കുന്ന, കാരണം ഒരു ചെസ്റ്റ് വാൾ ഉണ്ടല്ലോ, ആ ചെസ്റ്റ് വാളാണ് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതില്ലാത്തപ്പോഴത്തേക്ക് ഹൃദയം ശരീരത്തിന് വെളിയിൽ നിന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പീഡിയാട്രിക് കാർഡിയോളജി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും മികച്ച സർജൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഏറ്റവും മികച്ച സർജൻ, പ്രധാനമന്ത്രിമാരെ പോലെ ശസ്ത്രക്രിയ നടത്തുന്ന സർജനാണ് സർജറി ചെയ്തു. പക്ഷേ കുട്ടി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് കുട്ടിയെ മരിക്കാൻ കാരണമെന്ന് മനസ്സിലായത്. ആ ഇൻഫെക്ഷന്റെ കാരണം അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കാണ് ഇൻഫെക്ഷൻ കിട്ടിയത് ഒരു തുവാലയിൽ നിന്നാണ് ഇൻഫെക്ഷൻ കിട്ടിയത്. എങ്ങനെ തുവാല ഉണ്ടായതെന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടി ജനിച്ചത് ബീഹാറിലെ ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. ഏകദേശം 2000-ഓളം കിലോമീറ്റർ അവർക്ക് ആ കുട്ടിയെ ട്രെയിനിന്റെ ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് കയറ്റി കൊണ്ടുവരേണ്ടി വന്നു. എന്നാലോചിച്ച് നോക്കുക. ജനറൽ കമ്പാർട്ട്മെന്റ് കയറ്റി കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എല്ലാവരും ആകാംക്ഷ കാണിച്ചതുപോലെ ഈ ട്രെയിൻ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോഴത്തേക്ക് ഈ കുട്ടിയെ കാണാനായിട്ട് ആ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ആളുകൾ ഇടിച്ച് കയറുക. കുട്ടിയെ കാണാൻ അതൊരു അത്ഭുത ശിശു, ഹൃദയം വെളിയിൽ ഇടിക്കുന്ന ശിശു, അതിനെ കാണാനായിട്ട് എല്ലാവരും കയറി. അത് നാണം മറയ്ക്കുവാനായിട്ട് പാവപ്പെട്ട അപ്പനും അമ്മയും ആ ഫാദറിന്റെ തുവാല വെച്ച് ആ ഹൃദയത്തെ മൂടി. ആ തുവാലയിൽ നിന്ന് കിട്ടിയ ഇൻഫെക്ഷനാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. മേ ബി ഒരു 10 വർഷത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നമ്മൾ
ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, നമ്മൾ പദ്ധതി കണ്ടു, ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഫാദറും മദറും ഇവിടെ ജോലിക്ക് വന്നതാണ്. ആ കുട്ടിക്ക് ഒരു ട്രൈക്കസ്പെറ്റ് അട്രീഷ്യ എന്ന രോഗമുണ്ടായപ്പോൾ നമ്മൾ തിരിച്ച് ബീഹാറിലേക്കോ ഉത്തർപ്രദേശിലേക്കോ പറഞ്ഞു വിട്ടില്ല, മറിച്ച് നമ്മുടെ സർക്കാർ ഹൃദയത്തെപ്പെടുത്തി നമ്മുടെ ചികിത്സിച്ചു. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞു വിടുകയും ഉൾക്കൊള്ളുകയും രണ്ടും ഒരു തോട്ട് പ്രോസസ്സുകളാണ്. ഉൾക്കൊള്ളുന്ന മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിക്കാനും പറ്റും. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ട്. ഈയിടെ ഉണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു മെഡിക്കൽ ക്യാമ്പിന് വേണ്ടിയിട്ട് നമ്മുടെ നാഗാലാൻഡിൽ പോയി. നാഗാലാൻഡിൽ മെഡിക്കൽ ക്യാമ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളുടെ ഹൃദ്രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പോയത്. ഒരു സുഹൃത്തിൻ്റെ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോമിസ് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് നാഗാലാൻഡിൽ പോയതാണ്. നാഗാലാൻഡിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജില്ലയിൽ ആദ്യമായിട്ട് ഒരു എക്കോ മെഷീൻ കൊണ്ടുവന്ന് ഞങ്ങളാ. നാഗാലാൻഡിൽ ആ ജില്ലയിൽ ഒരു എക്കോ മെഷീൻ നമുക്ക് എത്തിയിട്ടില്ല. അതാണ് ഇന്ത്യയിലെയും ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളുടെ ആരോഗ്യ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അവസ്ഥ ഇന്നും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു സ്വർഗരാജ്യത്ത് ജീവിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ആരോഗ്യ മേഖല കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന കാര്യമാണ്. മറ്റിടങ്ങളിൽ ഇതൊക്കെയാണ് അവസ്ഥ. ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ നോക്കണേ. ഹൃദയം പുറത്തിരുന്ന് തുടിക്കുന്ന കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്. നമ്മൾ ഹെലികോപ്റ്ററിൽ ഹൃദയം ഒരു ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് എത്തിച്ച് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നു. ആ ഹെലികോപ്റ്റർ പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് ധൂർത്താണ്. അങ്ങനെ ഏതിനും കുറ്റം കണ്ടെത്തുന്നവർ, അല്ലെങ്കിൽ ആരോഗ്യ മേഖല തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതാവസ്ഥ എന്താണെന്ന് ആ ഒരൊറ്റ പ്രതികരണം തെളിയിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഭവിച്ച ഈ ഒരു സംഭവം കേരളത്തിൽ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട്? ഈ യാഥാർത്ഥ്യങ്ങളൊന്നും അവിടെയെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെടാറ് പോലുമില്ല. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ സംഭവമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടി ലോകത്താകമാനമുള്ള മനുഷ്യർ അറിയുന്നതുവരെ വ്യാജ പ്രചരണം നടത്തുന്നിടത്ത് എന്താണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആരോഗ്യ മേഖലയുടെ വ്യത്യാസമെന്തെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു വയ്ക്കുമ്പോൾ അത് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനകരമായിട്ടുള്ള വാക്കുകളാണെന്ന് പറയാതിരിക്കാൻ തരമില്ല.